ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഗംഭീരമായി തന്നെ ഇന്നലെ നമ്മൾ പഠിച്ചെടുത്തതാണ്. സോ ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാവരെയും കുഴപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡെറിവേഷൻസ് തന്നെയാണ്. ശരിയല്ലേ? അതിനകത്തുള്ള ഡെറിവേഷൻസ് തന്നെയാണ്. അതെങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ തമ്പിന്റെയിലകത്ത് ഡെറിവേഷൻസ് പഠിക്കണ്ട എന്നാണ് ആക്ച്വലി ഉദ്ദേശം. എന്താണ്? മനഃപ്പാഠം പഠിക്കരുത് എന്ന് തന്നെയാണ്. അതെങ്ങനെ വളരെ ഈസി ആയിട്ട് നിസ്സാരമായി പഠിക്കാം, അതിന് ഏത് ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനകത്ത് ഏകദേശം 8ഓളം ഡെറിവേഷൻസ് ഉണ്ട്. അതിലെ പ്രയോറിറ്റി വൈസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇനീഷ്യലി നമുക്ക് ഏത് ഡെറിവേഷൻ ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച ഡെറിവേഷൻ ഏതാണ്, അതുപോലെ തന്നെ ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ ഡെറിവേഷനും അതിന്റെ കൺസെപ്റ്റുകളും എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തയ്യാറാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. റൈറ്റ്? യെസ്, ഫൈൻ. ഇനി ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ള ഡെറിവേഷൻസ്? ഞാൻ പറഞ്ഞു 8 എണ്ണം പറഞ്ഞ ഡെറിവേഷൻസ് ആണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെറിവേഷൻ, ജിയുടെ ഡെറിവേഷൻ ആണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ജിയുടെ ഡെറിവേഷൻ എല്ലാവർക്കും അറിയാം, G=gm/r² എന്ന് പറയുന്ന ജിയുടെ ഡെറിവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡെറിവേഷൻ ആണ്. സോ അതാണ് ഒന്നാമത്തെ ഡെറിവേഷൻ. രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് വെച്ച് ചോദിച്ചാൽ GH, വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു, വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ്, അതാണ് GH എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഡെറിവേഷൻ ഏതാണ്? GD, വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്ത്, ഇതാണ് മൂന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ഡെറിവേഷൻ ഏതാ മക്കളെ? അവർ ഫോർത്ത് ഡെറിവേഷൻ എന്ന് വെച്ചാൽ എസ്കേപ്പ് സ്പീഡ് ആണ് ഫോർത്ത് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ് അഞ്ചാമത്തെ. ആറാമത്തെ ഡെറിവേഷൻ ഏതാണ്? ആറാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം ടൈം പീരീഡ് ആണ്. ഏഴാമത്തെ ഡെറിവേഷൻ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ആണ്. എട്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ആണ്. ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ്. ഈ പറയുന്ന 8 ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 8 ഡെറിവേഷൻസും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഈ 8 ഡെറിവേഷൻ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഡെറിവേഷൻസ് പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ നിന്ന് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ എനിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? അതിന് ഈ പറയുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാപ്റ്ററിന് ഏകദേശം 8 മാർക്ക് മുതൽ 10 മാർക്കിന് വരെ ചോദ്യങ്ങൾ വന്ന വർഷമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 8 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ 8 മാർക്കിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം 70% ചോദ്യങ്ങളും ഈ കാണുന്ന ഡെറിവേഷൻസ് മാത്രമേ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് 70% ചോദ്യങ്ങളും കംപ്ലീറ്റ്ലി ഡെറിവേഷൻസ് മാത്രമേ ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെറിവേഷൻസിന് ഇത്രയും പ്രയോറിറ്റി വരുന്നത്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഡെറിവേഷൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഈ ഡെറിവേഷൻസിന് ഏതിനൊക്കെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിക്കുന്ന ഡെറിവേഷൻസ് ഏതൊക്കെയാണ്? ചോദിച്ച ഡെറിവേഷൻ ഏതൊക്കെയാണ്? ഞാൻ കംപ്ലീറ്റ്ലി ഇത് വരില്ല എന്ന് പറഞ്ഞ് ബ്ലൈൻഡ്ലി നിങ്ങളോടൊന്നും പറയുന്നില്ല, എല്ലാം പഠിക്കേണ്ടതാണ്. എന്നാലും പ്രയോറിറ്റി വൈസ് ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇനീഷ്യലി എന്ന് നോക്കാം. സോ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച ഡെറിവേഷൻസിനെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച ഡെറിവേഷൻസിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ജസ്റ്റ് ഒരു മഞ്ഞ പെയിന്റ് അടിക്കാൻ പോവാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിച്ച 3 ഡെറിവേഷൻസേ ഉള്ളൂ. വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റും, വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്തും, എസ്കേപ്പ് സ്പീഡും. ഈ 3 ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം എപ്പോഴേലും ഒക്കെ ചോദിക്കുന്ന കൈൻഡ് ഓഫ് ഡെറിവേഷൻസ് ആണ്. എങ്കിൽ പോലും ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ പലർക്കും അറിയണമെന്നില്ല. പൊട്ടൻഷ്യൽ എനർജി ഞാൻ കണ്ടന്റ് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ്ലി നമ്മുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്താണ്. ആപ്പിലുള്ള കുട്ടികൾക്കും എൻ ഗെയിമിലൊക്കെ പറഞ്ഞ ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ 2023 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ, ഏറ്റവും അവസാനത്തെ പരീക്ഷയിൽ ഈ ഡെറിവേഷൻ ചോദിച്ചു. അത്ര കാലം ഇതുവരെയായി ചോദിക്കാത്ത ഡെറിവേഷൻ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റും എസ്കേപ്പ് സ്പീഡുമാണ്. അതിന്റെ കൂടെ തന്നെ ഡെപ്തിന്റെ വേരിയേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, സാറേ ഡെറിവേഷൻസ് ഒന്നും എത്ര പഠിച്ചിട്ടും എനിക്ക് മറന്നു പോവാണ്, എത്ര പഠിച്ചിട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഡെറിവേഷൻസ് ഒന്നും എഴുതാൻ. എക്സാം ഹാളിൽ എത്തുമ്പോൾ എനിക്ക് മാർക്ക് പോകുന്നു, ടീച്ചർ എനിക്ക് മാർക്ക് ഇട്ട് തരുന്നില്ല, കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്ക് ആയി പോകുന്നു.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പടമുണ്ടോ? ഈ ചാപ്റ്റർ ആണെങ്കിൽ പടം എന്തായാലും നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഡെറിവേഷൻസ് ആണ് മെജോറിറ്റി ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കുക. ഇപ്പൊ ഡെപ്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു ഭൂമി വരയ്ക്കുക, അതിന്റെ മാസും റേഡിയസും ഡെപ്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ അടയാളപ്പെടുത്തുക. പടം വരയ്ക്കാൻ ഒരു മടിയും കാണിക്കുക. ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും അതുപോലെ പടം വരയ്ക്കുക. ഓർബിറ്റൽ വെലോസിറ്റി ആണെങ്കിൽ പടം വരയ്ക്കുക. ഇതിലൊക്കെ പടം വരച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡയഗ്രാംസ് ആണെങ്കിൽ പടം കൊണ്ട് നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡയഗ്രാം ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. എല്ലാത്തിനുമല്ല, ഡയഗ്രാം ഉള്ളതിലെല്ലാം ഡയഗ്രാം വരച്ച്, ഇപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ ഡയഗ്രാം വരയ്ക്കാം. ഭൂമിയുടെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു സ്മോൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിന്റെ മാസം ഭൂമിയുടെ മാസം ഒക്കെ കാണിച്ചിട്ട് സിമ്പിളി നമുക്ക് പ്രസന്റ് ചെയ്യാം. സെക്കൻഡ് വൺ, എല്ലാവരും പാളിപ്പോകുന്ന പരിപാടിയാണ്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ മെയിൻ റീസൺ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പലരും ഡെറിവേഷൻ കണ്ടു, കടകടകടാന്ന് ഡിറൈവ് ചെയ്ത് വെച്ചു, പടവും വരയ്ക്കില്ല, ഒരു ഇൻട്രൊഡക്ഷനും എഴുതില്ല. ഏത് ഡെറിവേഷൻ ആയിക്കോട്ടെ, എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ എഴുതുക. നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടുത്തുക. സപ്പോസ് നമ്മളൊരു ഭൂമിയുടെ ഉയരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി, കൺസിഡർ ആൻ എർത്ത് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ആൻഡ് മാസ് M and consider a point P which is h distance from the surface of the earth. We have to find the acceleration due to gravity at the point P. എന്ന രീതിയിൽ സിമ്പിളി എഴുതാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാലോടാ. സോ അതുപോലെ ഒരു ബേസ് ഇൻട്രോ, എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതിയിരിക്കണം. അതിലൊരു മടിയും നിങ്ങൾക്ക് വേണ്ട. അടുത്ത കാര്യം എന്ന് വെച്ചാൽ സ്റ്റെപ്സ് ആണ്. പൊതുവേ നിങ്ങൾ പാളിപ്പോകുന്നത് ഈ സ്റ്റെപ്സ് പ്രസന്റ് ചെയ്യുന്ന കേസിലാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ട് വരും, ഒരു 2 സ്റ്റെപ്പുകൾ ഇനീഷ്യലി പഠിക്കും, പിന്നെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് വരും. എന്നിട്ട് പറയും, ടീച്ചർ എനിക്ക് മാർക്ക് തന്നിട്ടില്ല, സാർ ടീച്ചർ എല്ലാം ഫൈനൽ ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ട്. പക്ഷേ ടീച്ചർക്ക് നല്ല ധാരണയുള്ള ആളാണ്, എങ്ങനെയാണ് ഈ പറയുന്ന 4-5 സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് നീ ഫൈനൽ ആൻസറിലോട്ട് വന്ന് എന്ന് ടീച്ചർക്ക് നോക്കാൻ വളരെ എളുപ്പമാണ്. റൈറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിലൊരു മടിയും കാണിക്കരുത്. മനസ്സിലാക്കി പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് കുറയില്ല. എന്താണ് കണ്ടുപിടിക്കണമെന്നും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന മാത്തമാറ്റിക്കൽ ആ ഒരു പാസേജ് ഉണ്ടല്ലോ, ആ ഒരു പാത്ത് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുക. കാരണം ഡെറിവേഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാത്സിന്റെ പാറ്റേണിലാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സിനേക്കാളും അവിടെ മാത്സ് ആണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. സോ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കുക. സ്റ്റെപ്പുകൾ കുറയ്ക്കാതെ ഫൈനൽ ആൻസർ മഗ്ഗപ്പ് മാത്രം ചെയ്തിട്ട് പോയാൽ മുഴുവൻ മാർക്ക് എത്തത്തില്ല. സ്റ്റെപ്പുകൾ എഴുതുക, 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിന്റെ അന്തസ്സ് മറ്റൊന്നിനും കിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ, അതിന് സ്റ്റെപ്പുകൾ പ്രോപ്പർലി എഴുതണമെങ്കിൽ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കണം. അടുത്ത കൺക്ലൂഷൻ പലരും എഴുതാൻ വിടാറുണ്ട്, അതിലും മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്ത് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഫൈനൽ ആൻസർ എഴുതിയിട്ട് ഒഴിവാക്കും, G' = G × 1 - d/r വരെ എഴുതിയിട്ട് ഒഴിവാക്കും. പക്ഷേ അവിടെ കൺക്ലൂഡ് ചെയ്യണം, അതായത് വെൻ ഡെപ്ത് ഇൻക്രീസസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് എന്ന് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടാ? സോ ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം? പ്രയോറിറ്റി കൊടുക്കണം. ഇനി അടുത്തൊരു കാര്യം, സാറേ ഈ ഡെറിവേഷൻസ് പഠിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ? എങ്ങനെയാണ് ഡെറിവേഷൻസ് പഠിക്കുക? എനിക്ക് ഇതൊക്കെ മനസ്സിലായി, ഇതൊക്കെ ശരി, ഞാൻ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാം, ഇനി എൻ്റെ ഡെറിവേഷൻസിൽ ഇതൊക്കെ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് പഠിക്കാൻ എന്തെങ്കിലും എനിക്കൊരു എളുപ്പ വഴിയുണ്ടോ? ഡെറിവേഷൻ പെട്ടെന്ന് എനിക്ക് പഠിച്ചെടുക്കാൻ. കാരണം ഈ പറയുന്ന 15 ചാപ്റ്റേഴ്സിലുമായി ഏകദേശം 60-ൽ കൂടുതൽ ഡെറിവേഷൻസ് ഉണ്ട്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് പഠിച്ചെടുക്കണം. എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ? തീർച്ചയായും മാർഗ്ഗമുണ്ട്. അതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി പഠിക്കാം. ഇപ്പൊ ഒരു ക്ലാസ് കാണും, സൈലത്തിന്റെ ക്ലാസ് കാണും, ഇപ്പൊ എന്റെ ക്ലാസ് കാണും വിചാരിക്കാം. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും വന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറയാറുണ്ട്. അത് വൃത്തിയായി ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അത് അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ എക്സാമിന് തലേനാൾ തുറക്കുമ്പോൾ ആ പ്രശ്നമുള്ളൂ. എഗെയിൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു തവണ മനസ്സിലായെങ്കിൽ 1-ൽ കൂടുതൽ തവണ ഡെറിവേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് സൊല്യൂഷൻ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഡെറിവേഷൻസ് എല്ലാം കടകടാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്നെ കൊണ്ട് പറയാൻ സാധിക്കുന്നുവെങ്കിൽ, വേണമെങ്കിൽ പറഞ്ഞുതരാം. എല്ലാ ഡെറിവേഷൻസും ഞാൻ ആ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുറുക്ക് വഴികൾ തേടി പോയത് കൊണ്ടല്ല, മറിച്ച് അത്രയും തവണ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഓരോ സ്റ്റെപ്പുകളും എനിക്ക് മനഃപ്പാടമാണ്. ഇത് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പാരാമീറ്റർ കട്ട് ചെയ്ത് പോകുന്നു, അത് ന്യൂമറേറ്ററിലോട്ട് വരുന്നു, പവേഴ്സ് ലൈക്ക് ആ വിധത്തിൽ നിങ്ങൾ അവിടെ യൂസ്ഡ് ആയി മാറണം. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. അത്രയേ ഉള്ളൂ. വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക.
സോ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലോട്ട് എത്താൻ വേണ്ടിയാണ്. സോ വേറെ എന്ത് തമ്പനയിൽ കൊടുത്താലും ഒരിക്കലും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യില്ല. സോ ഗ്രാവിറ്റേഷനിലെ ഡെറിവേഷൻസ് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുള്ളിക്കളിച്ച് ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം മക്കളെ. ഡെറിവേഷൻസ് പഠിക്കണം, അതും ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ ഇനീഷ്യലി കമന്റ് ചെയ്യണം. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തതിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ എനിക്ക് പേഴ്സണലി അയച്ചാലും കുഴപ്പമില്ല. സോ ഗൈസ്, താങ്ക് യു, ടേക്ക് കെയർ.